when Muslims go and conquer the adjacent country. ശരി, അതായത് ഇദ്ദേഹം പറയുന്നത് വേറെയൊന്നുമല്ല, അടുത്ത ഒരു 40 വർഷത്തിനകത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം, ഇപ്പൊ ഇന്തോനേഷ്യയെയും തട്ടി ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് ജനസംഖ്യയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിം ജനസംഖ്യയിൽ. അതുകൊണ്ട് അടുത്ത ഒരു 40 വർഷത്തിനകത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വേറെ മാർഗമില്ലല്ലോ. ഒന്നുകിൽ തല നീട്ടിത്തരൂ, ഞങ്ങൾ കാച്ചാം, അതല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചോ, അതല്ലെങ്കിൽ നാട് വിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി ചാടിച്ചാവാൻ തയ്യാറായിക്കോ. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, മതം മാറേണ്ടി വരും നിങ്ങൾക്ക്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നികുതി തരേണ്ടി വരും, ജിസിയ തരേണ്ടി വരും, അതല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടി വരും. അതാണ് മത നിയമം എന്നാണ് അദ്ദേഹം പറയുന്നത്. കേട്ടോ? When Muslims go and conquer the adjacent country, what do? We kill them all? No. The Prophet says the first thing you do is call them to Islam. If they refuse, then tell them Allah obliged upon you to pay taxation. In return, when enemy comes and attack your country, you don't fight. We Muslims protect you. Subhanallah, for this little money? Yes. And you enjoy sitting in your homes and in your country and live your life normally. But the ruling is for Sharia. So you do not open nightclubs, you do not fornicate. If they refuse, then we have to fight. And if we fight you, then we capture you, you become our slaves, and we take your land, and you take because you refuse. I give you 2 good options in the coming 40-50 years when the Muslims become strong as they're supposed to be. വരുന്ന 40-50 വർഷത്തിനകത്ത് ഇസ്ലാം മാത്രമായി മാറുമെന്നാണ്. ആ സമയത്ത് ഇപ്പം നിങ്ങള് ഇപ്പൊ പാകിസ്ഥാനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയെ പിടിച്ചടക്കും, അതല്ലെങ്കിൽ ലോകം മുഴുവനും ഇസ്ലാം മതം മാത്രമായി മാറും. അപ്പോ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നു, അതല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടി വരും, അതുമല്ലെങ്കിൽ നികുതി തന്ന് അടിമ ജീവിതം നയിക്കേണ്ടി വരും. നോക്കിയോ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുകൂടി നോക്കിക്കോ. ഒരുത്തൻ ചെയ്യുന്നതാണേ. നൗഷാദ് ഷെയ്ഖ് പന്നി വിസർജ്യം, അമ്പലത്തിനകത്ത് കയറി ദേവി വിഗ്രഹത്തിൽ മൂത്രമൊഴിച്ചു വെക്കുന്ന CCTV ഫുട്ടേജാണിത്. പൂനെയിലെ മഹാദേവ ക്ഷേത്രത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. പന്നി മതത്തിന്റെ കിതാബിനെ കുറിച്ച് പറഞ്ഞാൽ പോലും തട്ടിക്കളയുന്ന ഈ നാട്ടിൽ ഹിന്ദു വിശ്വാസത്തിനെതിരെ എന്തും ചെയ്യാമെന്നാണോ? ഇവന്റെയൊക്കെ നട്ടലൊടിക്കുകയാണ് വേണ്ടത്. ഇവന്റെയൊക്കെ ആരാധനാലയത്തിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ക്ഷമിക്കോ ഇവര്? എന്തിനാ ഊള കിതാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഓർമ്മയുണ്ടോ? തട്ടിക്കളയുവന്മാര്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചാൽ ഒരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ മതത്തിലുള്ള എല്ലാവരെയും കൂടെ പറയണോ എന്നൊക്കെയുള്ള കാർഡുമായിട്ട് അങ്ങോട്ട് വരും. എന്നാൽ വസ്തുത എന്താണ്? മറ്റു മതസ്ഥരോട് ഇത്രയും അസഹിഷ്ണുത പുലർത്തുന്ന വേറെ ഒരു മതം ഉണ്ടാവില്ല. അത്രയും വൃത്തിയുടെ മതമാണിത്. ലോകത്ത് നടക്കുന്ന 99% തീവ്രവാദത്തിന് പിന്നിലും ഇവർ മാത്രമാണ്. ഇവരെ സഹികെട്ട് ഒടുവിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ നിർബന്ധിതരായതാണ്. അതല്ലാതെ അവരിങ്ങനെയൊന്നും പറയണം എന്ന് ആഗ്രഹിച്ചിട്ടോ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചോ പറയുന്നതല്ല. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്.
അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇവർ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ നിർബന്ധിതരായതാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടായിട്ടല്ല. ഒരുപാട് പേര് പറയുന്നുണ്ട്. ഡിവോഴ്സ് റേറ്റിനെ കുറിച്ച് എപ്പോഴും പറയുന്നതല്ലേ, ഫെമിനിസം വന്നതോടെ പെണ്ണുങ്ങളെല്ലാം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ വിവാഹമോചന റേറ്റ് കൂടി, ഈ പെണ്ണുങ്ങൾ ഫെമിനിസ്റ്റുകളാണ് മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെയും കൂടെ വഷളാക്കിയത് എന്നൊക്കെ ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ടല്ലോ. വിവാഹമോചന നിരക്ക് കൂടുന്നത് ഒരു നല്ല ട്രെൻഡായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹത്തിൽ രണ്ട് വ്യക്തികൾക്ക് യോജിച്ചു പോകാൻ സാധ്യമല്ലെങ്കിൽ വളരെ സിവിലൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് പിരിഞ്ഞു പോകാനും പറ്റണം ആ കോൺട്രാക്റ്റിൽ നിന്ന്. ഒരുപാട് മാനസിക സംഘർഷത്തിലായി ഇവർ രണ്ടുപേരും ഇഷ്ടമില്ലാതെ പലരും വന്ന് പറഞ്ഞു മനസ്സിലാക്കി കോംപ്രമൈസ് ചെയ്ത് രണ്ടുപേരും ഒരു കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പിരിഞ്ഞും കിടന്നുറങ്ങി ദിനേന വീട്ടിനകത്ത് അടിയും വഴക്കും ബഹളവും ഉണ്ടായി. കുട്ടികളെ സ്നേഹിക്കാൻ സാധിക്കാതെ കുട്ടികളുടെ മാനസിക നില പോലും തകരാറിലായി, കുട്ടികളുടെ വിദ്യാഭ്യാസം തകരാറിലാകുന്നു. അങ്ങനെ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വിവാഹമോചനമാണ്. ഇവർ പറയുന്നു യുക്തിവാദികൾ വന്നതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ വിവാഹമോചനങ്ങൾ വർദ്ധിച്ചതെന്ന്. എന്നാൽ അതൊരു നല്ല ലക്ഷണമാണ്. അല്ലാതെ എന്ത് റീസൺ കൊണ്ടായാലും, സാമൂഹികമായ കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസി കൊണ്ടായാലും, നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി ഇല്ലാത്ത സ്നേഹം നടിച്ച് അവിടെ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളിൽ വെച്ചിട്ട് ആ ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്യരുത്. ആണായാലും പെണ്ണായാലും അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒരു തമാശ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ വിവാഹിതരായിട്ടുള്ള ആൾക്കാരുടെ കണക്കെടുത്താൽ ഈ 40-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിവാഹിതരായിട്ടുള്ള രണ്ടുപേരും പാർട്ട്ണർ എപ്പോൾ മരിക്കുന്നു കാത്തിരിക്കുന്നവരാണ്. അത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഈ സാമൂഹിക സാഹചര്യത്തില് പ്രസവത്തിലൊക്കെ സ്ത്രീകൾ മരിക്കുന്നത് കണ്ടിട്ടില്ല. എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമമാണ്. നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് ശ്വസിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് നാളെങ്കിലും ജീവിക്കണമെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനെ പിരിഞ്ഞു പോകാൻ പറ്റില്ല. അയാൾ മരിക്കണം അല്ലെങ്കിൽ അവൾ മരിക്കണം എന്ന് ആഗ്രഹിച്ച് കടിച്ചൊതുക്കി ഇയാൾ ചത്തിട്ട് വേണം എനിക്ക് ടൂറ് പോകാൻ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ചായ ഉണ്ടാക്കി കുടിക്കാൻ അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ ഒരാൾ വിചാരിച്ച് ജീവിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഡിവോഴ്സ് റേറ്റ് കൂടണം എന്നാണ് ഞാൻ പറയുന്നത്. തലയ്ക്കകത്താള് താമസമുള്ള ജനങ്ങൾ ഇങ്ങനെ